ഹലോ, ഇറ്റ്സ് മീ റോമിൻ വിഞ്ച്. ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം പിടിയിട്ട് കാണും. ഈ ഫെൻസിങ്ങും ഈ ഒരു ആറും ഇതിൻ്റെയൊക്കെ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് മനസ്സിലായി കാണും. അതെ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം നമ്മുടെ പൊന്മുടിയിലോട്ടാണ് നമ്മളുടെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വഴിയിൽ ഫുള്ള് ഇലക്ട്രിക് പോസ്റ്റൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്തോ വയറിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പോകാൻ പറ്റുമോ എന്തോ, ആദ്യം തന്നെ വഴി പണി തരൂ. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഫുള്ള് വർക്കിങ് നടക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. തലേ തന്നെ ഒന്ന് വീണല്ലേ, എന്തോന്നാണ് മാങ്ങി. എത്ര രൂപ? ക്യാമറ ഉണ്ടോ? ക്യാമറ ഏതാണ്? ഇതല്ലേ ഇത് വേണ്ടല്ല, ഇതിന് വേണ്ട. അല്ലാതെ ഉണ്ടോ? ഇല്ല ഇല്ല. മഴ ഇങ്ങനെ കാറ്റെടുക്കാൻ മഴ ഞാൻ ഉണ്ണാൻ പോകുമ്പോൾ നീ അടി, നീ ഉണ്ണാൻ പോകുമ്പോൾ ഞാൻ അടി. ഒരു മണിയായി നീ പോയിട്ട് വന്നാൽ മതി. യെസ്, വെൽക്കം ടു പൊന്മുടി. അങ്ങനെ നമ്മളിപ്പോൾ പൊന്മുടി കയറാൻ പോവുകയാണ്. ഇന്ന് കൂടെ ഒന്നും ആരുമില്ല കേട്ടോ. ഒരു സോളോ റൈഡ് ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ്. അങ്ങനെ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അന്ന് റോഡൊക്കെ നല്ല വെറ്റായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. മുകളിലൊക്കെ എങ്ങനെ ആവുമെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തന്നെ കുറേ നല്ല തിരക്ക് കാണാറുണ്ട്. ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ടൈം ആവാറുണ്ട്. പക്ഷേ പ്രാവശ്യം ചെന്ന ഉടനെ തന്നെ പെട്ടെന്ന് കയറി വരാൻ പറ്റി. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല തണുപ്പും ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുകളിലൊക്കെ എത്തുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഫോഗിൻ്റെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ് പോയി നോക്കാം. ആനപ്പിണ്ടൊക്കെ ദ്രവിച്ചടക്കുന്നുണ്ട്. അല്ല, ആന എല്ലാം കാണുമെന്ന് പോലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഏത് നേരത്തൊക്കെ ഈ വളവിലൊക്കെ വരുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. വരുമ്പം സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ആനപ്പിണ്ടങ്ങൾ കാണാറുണ്ട്. മിക്കവാറും രാത്രി കാലങ്ങളിൽ ചിലപ്പം ഇവിടെ സൈഡിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ മുളകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിക്കാൻ വരുന്നതായിരിക്കാം. ചെറിയ ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ മുകളിലൊക്കെ കുറച്ച് ഫോഗിൻ്റെ ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും മുകളിൽ നല്ല ഫോഗ് കിട്ടാനാണ് നല്ല ചാൻസ്. അധികം ഒന്ന് റോഡിൽ തിരക്കൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് കാം ചെയ്ത് നമുക്ക് വണ്ടി ഓട്ടിച്ചോണ്ട് പോവാം. ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ കയറിയിട്ടുണ്ട്. ഫുള്ളിരുണ്ട്. വാവ്.
കേറും. യെസ്. ചത്ത്. ഓ, ജസ്റ്റ് മിസ്. നമുക്ക് പൊന്മുടി പോകുമ്പോൾ അതിൻ്റെ ടോപ്പിലുള്ള വ്യൂസ് മാത്രമല്ല, നമ്മൾ പോകുന്ന വഴി ഫുള്ളും നമുക്ക് ഇതേപോലെ നല്ല വിഷ്വൽസ് ഉള്ള നല്ല വ്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. നല്ല റോഡൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. അതാണ് പൊന്മുടി കയറുമ്പോൾ ഉള്ള നമുക്ക് വേറെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ആ സീനറിയൊക്കെ കണ്ട് എന്താ ഫീലാണെന്ന്. നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടോ, ഒരു വെറൈറ്റി തരം മരങ്ങളൊക്കെയാണ്. ക്ലൈമറ്റ് ഇങ്ങോട്ട് വരുന്നവരും നല്ല ചേഞ്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. മുകളിലോട്ട് കയറുന്നവരും നല്ല ക്ലൈമറ്റ് ഒക്കെ മാറി വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ കുറച്ച് ആൾക്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. കടകളും ഷോപ്പുകളൊക്കെ ഇവിടെ അടുത്തുള്ളത് കൊണ്ട് അവിടെയൊക്കെ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട്. മുകളിലോട്ട് പോയി നോക്കാം. വാവ്. നമുക്ക് സോളോ റൈഡ് വരുന്നതിന് അവർ ഇതേപോലെ ഒരു നായ്ക്കുട്ടിയോ ഡോഗിനെയൊക്കെ കൊണ്ടുവരാം എന്ന നാമം തെളിയിച്ചിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതാകുമ്പോ ഒന്നും മിണ്ടയും പറയൊന്നും ഇല്ലല്ലോ അല്ലേ. ഫുഡ് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മിണ്ടായിരുന്നോളൂ. Look at the skies. Wow. വിഷയം കേട്ടോ. ഇവിടെ കുറച്ച് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് നിൽക്കുന്നില്ല. നമ്മുടെ ആ സോളോ റൈഡിന്റെ ആ വൈബൊന്നും കളയുന്നില്ല. നമ്മൾ നേരെ മുകളിലൊക്കെ പോകാനാണ് നമ്മുടെ ഒരു പ്ലാൻ. ഇവിടെ കണ്ടോ, രണ്ട് വശത്തും ഇങ്ങനെ ഫുള്ള് മരങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ഇരുട്ടിൽ കൂടെ പോകുന്ന ആ സമയത്ത് തന്നെ ഫ്രണ്ടിൽ കുറച്ച് നല്ല വെളിച്ചത്തോടെ ചില ദൃശ്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ വരും. അത് അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്.
ആ ഇരുട്ടത്തുനിന്ന് കയറി ചെന്നിട്ട് ആ ഒരു പ്രത്യേകത, ആ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തോ ഇല്ല ഇല്ല ഇരുട്ടിന്നില്ല സ്വർഗം കാണുന്ന പോലെയാണ്. റോഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ പൊന്മുടി പോകുന്ന ഈ ഭാഗത്തുള്ള ഈ റോഡുകളൊക്കെ. നമ്മുടെ ഈ റോഡ് ശ്രദ്ധിക്കണോ ഈ വ്യൂ ശ്രദ്ധിക്കണോ എന്ന് ആകെ നമ്മള് കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദേ ഇങ്ങനെ അങ്ങ് അതുവഴി അങ്ങ് പോകും. അതാണ് നടക്കാൻ പോകുന്നത്. സോ റൈറ്റ് കെയർഫുള്ളി. മുകളില് താഴത്തെ അപേക്ഷിച്ച് നല്ല പച്ചപ്പുണ്ട് കേട്ടോ. ഇതാ ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, സെറ്റാണ് കേട്ടോ. മേളിൽ കയറി വരുമ്പോ പ്രത്യേകതരം അതിന്റെ ആ മരങ്ങളൊക്കെ വെട്ടി നിർത്തി ആ ഒരു കുട പോലെ നിൽക്കുന്ന ഒരു കുറെ ട്രീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ പുല്ല കണ്ടോ, ഇവിടെ മാത്രം കാണുന്ന തരം ചില ഒരു പുല്ലുകളാണ്. പൊന്മുടിയുടെ ആ പുല്ല കണ്ടിട്ടുണ്ട്, ആ നീളം പുല്ലുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇഷ്ടംപോലെ കോട ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇവിടെ അത്ര കോടയൊന്നുമില്ല. സൈഡ് വഴി പോകുന്ന ആ റോഡൊക്കെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ വിഷയം ഒരു വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം ഇവിടെ ആളും തിരക്കും കുറവാണ് കേട്ടോ. ഇവിടൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിക്കാനും പിന്നെ ഈ തണ്ണിമത്തൻ, മാങ്ങ, അതേപോലെ കൊച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങി കഴിക്കാൻ പറ്റും. വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു, അപ്പം ഇന്ന് നല്ല ഉറവുകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒഴുകുന്നുണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ ഇങ്ങനെ ടയറിൽ അടിച്ചിട്ട് ഇങ്ങനെ കാലിലൊക്കെ വീഴുമ്പോ ഒരു തണുപ്പുണ്ട്. മൈൻഡൊക്കെ ഒന്ന് ഫുള്ളാവാൻ അത് മതി. ഒരു പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ ആ ഒരു ഇതൊക്കെ കാലിലടിച്ച് കയറുമ്പോ. ചെറിയ രീതിയിൽ കോടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറ്റുണ്ട് അത്യാവശ്യം. മോനെ രണ്ടാമത്തെ കോട പ്ലേസ് ആണെന്ന് തോന്നുന്നു. വായു സെറ്റ്. ഓ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ടിക്കറ്റ് കാണിക്കണം. സൈക്കിൾ ഫോർ റെന്റ് ഇവിടെ സൈക്കിളാണ് കിട്ടുന്നത് കേട്ടോ. എന്തായാലും നല്ല കിട്ടും. ഇത് തന്നെയാണ് വേണ്ടത്. സോളോ റൈഡ് ഇപ്പോഴാണത് മൂഡായത്. ലെവലേഷ്. ആരാധി
അറിഞ്ഞൂടാ കേട്ടോ, ചുമ്മാ വായന പാടുന്നേ. എന്താണ് ഒന്നും അറിയാൻ വയ്യ. പോകലേറ്റിട്ടാലൊന്നും എറിക്കുന്നില്ല. വൈബ് വേറൊന്നുമില്ല. ഇങ്ങനത്തെ സ്പോട്ട് കാണുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീഡിയോ എടുക്കുന്നത്. ഓക്കെ ഗൈസ്, ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ. അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. വണ്ടി ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും നടക്കുന്ന ഒരു സീൻ തന്നെ ഉണ്ട്. മോനെ പൊളിമൂട്. സൂപ്പർ. എന്താണ് പറയണ്ടതെന്ന് അറിഞ്ഞൂടാ, ഫുള്ള് കോട. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം കേട്ടോ. അവിടെയൊക്കെ വെറും വിഷയമായി കാണും. ഓ ഷിറ്റ്, സൈഡ് സ്റ്റാൻഡ്. ക്യാമറയിൽ പക്ഷെ അത്ര എല്ലാം തെളിഞ്ഞ് കാണാം, പക്ഷെ നേരിട്ട് കാണുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഓ മോനെ, പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. എന്തോ റിസോർട്ടൊക്കെ പോലെ പടിഞ്ഞിട്ടിട്ടുണ്ട്. വൈബായിരിക്കും ഇതൊക്കെ ജോലി കിട്ടിയവര്.
കുറച്ച് നേരം സ്റ്റേ ചെയ്യാം കേട്ടോ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. കാട് ഫുള്ള് പാറക്കെട്ടുകളാണ് കേട്ടോ. ആ വണ്ടിയിലേക്ക് നോക്കി മോനെ. ഇന്നലെ കഴിയച്ചുള്ളത് കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ട് വരുന്നതായിട്ട്, മഴയൊക്കെ ആയതുകൊണ്ട്. നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് നേരം ഞാനൊന്ന് ക്യാമറയൊക്കെ ഓഫാക്കിയിട്ട് കുറച്ചൊന്ന് ഞാനിവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. നമുക്ക് മുകളിലോട്ട് പോയിട്ട് അടുത്ത കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ മോനെ നല്ല ഹെവി ക്രോസ് വിൻഡ് ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന്. ഞാനിവിടെ സ്വർഗമാണ്. നോക്കിയാൽ വേറെ ഒന്നും കാണാനില്ല, കോട മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിലുള്ള റോഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ കണ്ടു ആ ഒരു ഫീലാണ്. ഞാൻ ഈ സ്പീഡിലേ പോകുള്ളൂ കേട്ടോ. ഈ ഇമ്മാതിരി സ്ഥലത്തൊക്കെ ഞാൻ ഒരു 30 ആ ഒരു 40ൻ്റെ അകത്തൊക്കെ. എന്താണത്, ഫുള്ള് ഫാമിലി കപ്പിൾസേ ഉള്ളു. എവിടെയാണ് ബൈക്കൊക്കെ കേൾക്കുന്നത്? വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ സെറ്റ്. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രേഡ് മാർക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ മഞ്ഞിൽ. ഈ വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട്. നമ്മളവിടെ വന്നിറങ്ങിയപ്പം നല്ല കോടയായിരുന്നു ഇവിടെയൊക്കെ. ഇറങ്ങി ഹെൽമെറ്റ് എല്ലാം പാക്ക് ചെയ്ത് ഗോപ്രോ എല്ലാം സെറ്റ് ചെയ്തപ്പോൾ എല്ലാം അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ഫുള്ള് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് വിഷ്വൽസ് കിട്ടും.
കുറച്ച് നടക്കാനുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ നടക്കാം. ഇനി അതേ ഉള്ളു പരിപാടി. എന്നാലും നല്ല ക്ലൈമറ്റ് തന്നെ കിട്ടി. മഴയില്ല കേട്ടോ, അതൊരു ഇതായിപ്പോയി. ബ്ലെസ്സിങ്ങാണ്. മഴ ഉണ്ടായിരുന്നെ ആകെ ചളവേനെന്ന് എനഞ്ഞ് കൊന്നു. കൊച്ചെന്നെ ചോദിക്കുന്നു വേറെ സ്കോട്ടാണ്. പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല കോടയിലും. അയ്യോ കോടയിൽ പോയില്ലേ. അതാ എൻ്റെ മേളിലൊക്കെ വാച്ച് ടവർ ഉണ്ട്. ഫുള്ള് മൂടാണ് കേട്ടോ. പക്ഷെ കോട പോയി എന്താ. പക്ഷേ കോട ഇങ്ങനെ വരും, ഇതുവഴി പോകും, ഇതുവഴി വരും, ഇതുവഴി പോകും. ഇതുവഴിയൊക്കെ ട്രക്ക് ചെയ്ത് പോകാം കേട്ടോ. ഫുള്ള് ഇങ്ങനെ പോയി ഫുള്ള് റൗണ്ട് അടിക്കാൻ പറ്റും. കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ തന്നെ സോളോ റൈഡൊക്കെ ഇതൊക്കെയാണ് ഒരു സുഖം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് കയറിയപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് സ്റ്റേ എന്ന് വിചാരിച്ച് കോട ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് വരും, ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ മലയുടെ ഇടയിൽ കൂടെ കാറ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുള്ള് അവിടെ നിന്ന് കയറും, ഇങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ അതങ്ങ് പോകും. ഇവിടുന്ന് റെസ്റ്റ് എടുക്കട്ടെ. വലിയ പ്ലാനൊന്നുമില്ല, കുറച്ച് ഇവിടെ നിന്ന് ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പാട്ട് കേൾക്കണം. കുറച്ച് കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുടിച്ചൊന്ന് വൈബ് ചെയ്യണം. സോളോ റൈഡൊക്കെ ഒന്ന് അടിപൊളിയാക്കി നമ്മൾ മനസ്സൊക്കെ ഒന്ന് ഫുൾ ചാർജ് ആക്കിയിട്ട് ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് ചെറിയ പ്ലാൻ. എന്തായാലും നല്ല ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, സെറ്റ്. അവിടെയൊക്കെ കുറച്ച് പേരുണ്ട്. നല്ല വിഷ്വൽസ് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല വിഷ്വൽസ്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അവിടെയൊക്കെ പോകാൻ കേട്ടോ. അവിടെ കുറച്ച് ക്രൗഡഡാണ്. ഇന്ന് പൊതുവേ അത്ര ക്രൗഡഡ് അല്ല, എന്തായാലും ഉണ്ട്. സാധാരണ അവധി സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല ക്രൗഡായിരിക്കും. ഇവിടെ താഴെ എന്തോ ചെറിയ വെള്ളച്ചാട്ടം അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്, നല്ല പീസ് മൈൻഡഡാണ് ക്ലൈമറ്റ്. ഞാനിനി ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. കുറച്ച് ഇതൊക്കെ കുടിച്ച് പിടിക്കാം. കോട കട്ടൻ കാപ്പി പൊന്മുടി സെറ്റ് വയ്ക്കും. ചൂട് ഫ്ലാസ്കിലാണ് കൊണ്ടുവന്നത് കേട്ടോ. സൂപ്പർ കോട വരുന്നുണ്ടല്ലോ.
സൗണ്ട് ഉണ്ടാക്കി തന്നെ കുടിക്കണം കേട്ടോ. ഈ സമയത്ത് സെറ്റായിരിക്കും. ഇങ്ങനെ ആ സൗണ്ടോടെ ഇങ്ങനെ കുടിച്ചിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ സ്വിപ്പ് ചെയ്യുമ്പം അത് വല്ലാത്ത ഫീൽ തന്നെയാണ്. സെറ്റ്. ഫുള്ള് കോട മൂടി. ഇനി തിരിച്ചു പോകാൻ വഴി കണ്ടുപിടിക്കണം. ഏത് വഴിയൊക്കെ ആണെന്ന് തോന്നുന്നു. കുറേ ചാടി കയറിയൊക്കെ വന്നു. ഇങ്ങോട്ടൊക്കെ വഴി ഉണ്ടോയെന്ന് തന്നെ അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പം നല്ല ഫുള്ള് ക്രൗഡായിട്ടുണ്ട്. ഇതൊക്കെ ഏത് വഴി ഭഗവാനെ. താഴെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് സീനായിരുന്നു. ഫുള്ള് കാട് കാട് കാട്. കാണല്ലേ. ഇതൊക്കെ കണ്ടോ, സെറ്റ് വഴികളാണ്. ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ്. ചറക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്താ പറയണ്ട, സ്വർഗം. ഇത് തിരുവനന്തപുരത്തിന് മാത്രം അവകാശപ്പെടും ഈ സ്ഥലം. ഇപ്പം നല്ല ക്ലൈമറ്റാണ് ഈ സമയത്ത്. നല്ല ചില്ല് ക്ലൈമറ്റ്. പൊള്ളി മൂട്. അങ്ങോട്ട് വഴിയൊന്നുമില്ല കേട്ടോ. ഇവിടെ വെച്ച് ആ റോക്ക് എൻഡാണ്. മോനെ വീട്ടിലിരുന്നിരുന്നെങ്കിൽ നല്ല മിസ് ചെയ്തേനെ അതൊക്കെ. നമുക്ക് ഇതുവഴിയൊക്കെ നടന്നു കയറാം കേട്ടോ. മെയിൻ റോഡ് ഇതാ അതുവഴിയാണ് കയറി പോകുന്നത്. നമുക്ക് ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ ഒക്കെ സഞ്ചരിക്കാം. നല്ലൊരു രസമുള്ളു. ചെളി, വെള്ളം. ഇവിടെയൊക്കെ ഈ ഉറവ സ്ട്രെയിറ്റ് വന്നിട്ട് ഇവിടെ കണ്ട ചെറിയ നീർക്കെട്ടുകളൊക്കെ കാണാം. ചുറ്റും പുല്ലുകൾ. ഇവിടെ ഏതൊക്കെ ജിഞ്ചർ ഗ്രാസ് എന്ന് പറയുന്ന ഗ്രാസ് ഉണ്ട്. അത് നല്ല സ്മെല്ല് വരും. ഇല്ല, പുൽത്തൈലത്തിൻ്റെ കണക്കത്തെ ഒരു സ്മെല്ലാണ് ഇതൊക്കെ. നല്ല സ്മെല്ലാണ്. ഇല്ല, ഇഞ്ചി സ്മെല്ല് ചെയ്യുന്നതൊക്കെ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഒരു ഇഞ്ചി പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എങ്ങനെയാണെന്ന് കറക്റ്റെന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും ഈ സാധനം. ഈ ഛർദ്ദിക്കാൻ മുട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇതാളുകളെ അടുത്ത് ഇങ്ങനെ സ്മെല്ല് ചെയ്യാറുണ്ട്. പിന്നെ കാട്ട് പൊന്മുടി വന്നാൽ കിട്ടുന്ന പേരൊക്കെയാണ് കേട്ടോ ഈ സാധനം. ഇത് ചില നേരത്ത്
പഴുത്ത് കാണും, നല്ല ടേസ്റ്റാണ്. ചെറിയ പേരൊക്കെയാണ്. ഈ കുഞ്ഞു സാധനം ഇവിടെയൊക്കെ ഉണ്ട്. അതാണ്ട്. പക്ഷെ ഇതൊന്നും വിളഞ്ഞിട്ടില്ല. പഴുത്ത് കഴിയുമ്പോൾ നല്ല യെല്ലോ കളറായിരിക്കും. എന്തോ മുന്തിരി പേര് അങ്ങനെ എന്തോന്നോ സംതിങ് പറയുന്നു. അതാണ്ട് ഇവിടെ ഏകദേശം ഇത് വിളഞ്ഞൊന്നുമില്ല. ഇത് പഴുത്തില്ല. നിൽക്കട്ടെ, വേറെ ആരെങ്കിലും പറിച്ച് തിന്നിട്ട് അറിയാമെന്ന്. എന്നാലും ഇന്ന് വന്നതിന് എന്തായാലും മുതലായിട്ടുണ്ട്. നമുക്ക് മേലോട്ട് പോവാം. മേലോട്ട് എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. എനിക്കിതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ എടുത്തോട്ടെ. ഈ മഞ്ഞത് സ്മെല്ല് ചെയ്യുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ല്. എന്താ പറയുക, ഒരു പ്രത്യേക സ്മെല്ലാണത്. നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതല്ലെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ വലിയ ലീഫാണ്. ചെറുതായിട്ട് മഴയൊന്ന് കയറി ഓടിത്തിൻ്റെ കയറി. ചുമ്മാ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. വേറെ ചുമ്മാ ഇടഞ്ഞിരിഞ്ഞ് നടക്കുക, ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കുക, അതൊക്കെ തന്നെയാണ്. നല്ല കോടയുണ്ട്. വേസ്റ്റ് പിന്നെയാണ് കേട്ടോ, സെറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണും. ഇവിടെയൊക്കെ ആളൊഴിഞ്ഞ് കിടക്കുക. ചെറിയ ചെറിയ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോ അത്രയും കേൾക്കാമെന്ന് അറിഞ്ഞൂടാ. കൊള്ളാം കേട്ടോ. എവിടെയാണ് തോന്നുന്നു കിളി. അത് എന്താ കിളിയാണെന്ന് അറിഞ്ഞോ, തലേ തൊപ്പിയൊക്കെ ഉണ്ട്. വാ, സ്ലൈഡ് ചെയ്താലേ. വേണ്ട, വരെയും
ഫുള്ള് മരങ്ങളും കോട ഫുള്ള് മൂടിക്കും. ലൈറ്റൊക്കെ ഇട്ട് ഈ വണ്ടികൾ വരുന്നത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഈ കോടയെ കൂടെ സെറ്റാണ്, മഞ്ഞ ഫോഗ് ലൈറ്റും കൂടെയൊക്കെയാണ് സെറ്റാണ്. ഇവിടെ ചെറിയൊരു ഫുഡൊക്കെ കഴിക്കാനും ടോയ്ലറ്റിന് പോകാനുള്ള കുറേ ഫെസിലിറ്റീസൊക്കെ അതിൻ്റെ താഴെ ഉണ്ട്. ഫുഡൊക്കെ കൊണ്ടുവരുന്നവർക്ക് അവിടെ നിന്ന് കഴിക്കാം. അപ്പം എന്തായാലും നമ്മളെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താനാണ് പ്ലാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നീ നല്ല വിഷ്വൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ എന്തായാലും ഒരു ഈവനിങ് ഒരു 4 o'clock എങ്ങാണ്ടാണ് ഇവിടെ ക്ലോസിങ്. അപ്പം ആ സമയം വരെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നതാണ് ഒരു പ്ലാൻ. അങ്ങനെ വേറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് തിരിക്കണം. അത്രയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗായിട്ട് കണ്ടുമുട്ടുന്നവരെ ബൈ.